നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് പ്രൊഫസറും ഡാൻസറും തിയേറ്റർ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഗായത്രി പത്മനാഭനാണ്. സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ അധ്യാപന രംഗത്തെക്കുറിച്ച് തന്നെ ചോദിക്കാം. അപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്തത്, അതുപോലെ തന്നെ ഏതാണ് സബ്ജക്റ്റ്, ഏതാണ്, പിന്നെ ഇപ്പോൾ ആ ഫീൽഡിലേക്ക് അങ്ങ് വിട്ടു അതോ ഇപ്പോൾ അത് തുടർന്ന് പോകുന്നുണ്ടോ ഒന്ന് പറയൂ. അപ്പോൾ അധ്യാപനം എന്നുള്ളത് ടീച്ചിങ് ആണ് എൻ്റെ എപ്പോഴും ഉള്ള പാഷൻ. സോ എൻ്റെ ഏരിയ ഞാൻ പഠിച്ചിട്ടുള്ളത് അക്കാഡമിക്കലി പഠിച്ചിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ആണ്. ബിടെക്കും എംടെക്കും എല്ലാം എഞ്ചിനീയറിംഗിൽ തന്നെയാണ്. PhD കമ്പ്യൂട്ടർ സയൻസിൽ തന്നെയാണ്. സോ AI ആണ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ AI ആണ് എൻ്റെ ഏരിയ, ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയും. അപ്പോൾ അത് വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ TCSലായിരുന്നു ബിടെക് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ സംവെയർ ഐ ഫെൽറ്റ് എനിക്ക് ഇൻഡസ്ട്രി അത്ര പറ്റില്ല, എനിക്ക് ടീച്ചിങ് ആണ് കുറച്ചും കൂടെയും കണക്റ്റായിട്ട് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് വരുന്നത്. ആൻഡ് ടീച്ചിങ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. സോ ടീച്ചിങ് ഞാൻ വിട്ടിട്ടേ AI ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള മോഡ്യൂൾസ് ആണ്. അമൃത കോളേജിലായിരുന്നു, അമൃത എഞ്ചിനീയറിംഗ് കോളേജ്, അമൃത യൂണിവേഴ്സിറ്റിയിൽ കോയമ്പത്തൂരിലായിരുന്നു. ഓക്കെ. ഇപ്പോൾ അത് ഇപ്പം ഞാൻ അത് റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ 4 കൊല്ലമായി. ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ഡാൻസിലേക്കും പിന്നെ അതേപോലെ ഈ തിയേറ്ററും ടെക്നോളജിയും കമ്പൈൻ ചെയ്തുകൊണ്ട് കുറച്ച് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഓഫർ ചെയ്യാൻ തുടങ്ങിയത്. സോ അത് ഡാൻസ് എവിടെ മുതലേ ഇത് ചെറുപ്പം മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ അതിലേക്ക് താല്പര്യം വരാനുള്ള കാരണം എന്തായിരുന്നു? അത് ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ടോ? ഏതൊക്കെ ഇനങ്ങളിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്? ഡാൻസ് എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ കൊടുങ്ങല്ലൂരിൽ, ആക്ച്വലി ഞാൻ വടക്കാഞ്ചേരി ആയിരുന്നില്ല വളർന്നത്, കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂർ എൻ്റെ ഗ്രാൻഡ് ഫാദർ, അച്ഛൻ്റെ അച്ഛനാണ് കലാനിലയം കൃഷ്ണൻ നായർ, അച്ഛമ്മയാണ് കൊടുങ്ങല്ലൂർ അമ്മിണിയമ്മ. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ അച്ഛമ്മനെ ഷീ പാസ്ഡ് അവേ ഇൻ 2012. അപ്പോൾ അതുവരെ ഞാൻ വളർന്നത് എൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ അച്ഛമ്മയുണ്ട്. അപ്പോൾ ആ വീടെന്ന് പറഞ്ഞാൽ ആ കലാനിലയം എന്നുള്ള വീട് എന്താ പറയുക, ഒരു എന്താ പറയുക, ആ വീട്ടിൽ ഏത് കലാകാരും പണ്ടത്തെ ഒരുവിധം എല്ലാ നല്ല ലെജൻഡറി ആർട്ടിസ്റ്റും കലാനിലയത്തിൻ്റെ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ എപ്പോഴും അച്ഛമ്മേനെ കാണാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. സോ ഞാൻ വേണമെങ്കിൽ പറയാം, ഞാൻ വളരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വില അന്ന് മനസ്സിലായിട്ടില്ല. ലൈക്ക് വീട്ടിൽ അത്രയും അധികം ആർട്ടിസ്റ്റുകൾ താമസിച്ചിരുന്ന ഒരു കാലം, അല്ലെങ്കിൽ അവർ വന്ന് സംസാരിക്കുകയും അവരുടെ കോൺവെർസേഷൻസും എല്ലാം ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾ രണ്ടുപേരും നമ്മൾ ഭയങ്കര അത്ഭുതത്തോടെ നോക്കാറുണ്ട്. ഇത്രയും സുഹൃത്തുക്കൾ, അതും ഇത്രയും കലാകാരന്മാർ, അവർ വന്നു കഴിഞ്ഞാൽ ഇവർ പിന്നെ സിനിമയും നാടകവും പാട്ടും അതും എല്ലാം ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അപ്പോൾ അച്ഛമ്മ വാസ് എ ബിഗ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ഹ്യൂമൻ. അച്ഛമ്മ ഡാൻസ് അല്ല, അഭിനയമായിരുന്നു. പക്ഷെ ഡാൻസ് ഉണ്ടായിരുന്നില്ല, പാടുമായിരുന്നു. പക്ഷേ ഷീ വാസ് ഇപ്പോഴും എൻ്റെ ഒരു ഡെഫിനിഷൻ ഓഫ് എൻ ആർട്ടിസ്റ്റ് അച്ഛമ്മയാണ്. ബിക്കോസ് അത്രയും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, അത്രയും സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കും, അച്ഛമ്മ വയ്യാതിരുന്നൊരു കാലത്ത് പോലും, അല്ലെങ്കിൽ അഭിനയ രംഗത്ത് സജീവമല്ലാതിരുന്നൊരു കാലത്ത് പോലും എന്തിന് ഇത്രയും അധികം ആർട്ടിസ്റ്റുകൾ, സുഹൃത്തുക്കൾ വരാത്തൊരു ദിവസമില്ല അവിടെ വീട്ടിൽ. അപ്പോൾ ആ വ്യക്തി അത്രമാത്രം സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈവൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഫീലിംഗ് ആണെങ്കിലും, ഈവൻ നൗ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അച്ഛമ്മേനെ ആയിരിക്കും. സോ അച്ഛമ്മ എന്നുള്ള വ്യക്തിയിൽ നിന്നാണ് എനിക്ക് ആർട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിനോടുള്ളൊരു അഡ്മിറേഷൻ എന്നുണ്ടായിട്ടുള്ളത്. ആൻഡ് ഞാൻ കൊടുങ്ങല്ലൂരാണ് ഡാൻസ് എല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവനിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഐ യൂസ് ടു ബി വെരി ആക്റ്റീവ്. പക്ഷെ എന്നാലും എനിക്കറിയാം, ഞാൻ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളെ വീട്ടിൽ കാണുമ്പോൾ എവിടെയോ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഇത്രയും പോരാ, ലൈക്ക് ഇതിലും കൂടുതൽ കലയിൽ പഠിക്കാനുണ്ട്. പക്ഷെ അന്നത്തെ അഹങ്കാരം കൊണ്ട് എല്ലാത്തിനും ഫസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് അഹങ്കാരമാണ്, എല്ലാം അറിയാമെന്നുള്ള അഹങ്കാരമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ. പക്ഷെ അതല്ലാന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയായിരുന്നു. എന്താ വെച്ചാൽ നമ്മളൊന്നും ആയിട്ടില്ല, നല്ല ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നിന്ന് കല പഠിക്കണം. അല്ലെ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഡാൻസ് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ അതേ ഡാൻസ് അതേപടി പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് കിട്ടും. പക്ഷെ ഒറ്റയ്ക്ക് ആ ഡാൻസ് എന്താണ്, ആ ഡാൻസിൻ്റെ എസെൻസ് എന്താണ്, ഒറ്റയ്ക്ക് എങ്ങനെ ഒരു ഡാൻസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ട് യു ഫീൽ എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ 10 മിനിറ്റിൻ്റെ വർണ്ണം തത്തേനെ പഠിപ്പിക്കണ പോലെ പഠിപ്പിച്ച് കളിക്കാം എന്നല്ലാതെ സ്വന്തമായിട്ട് എന്താണ് ആ ഒരു കലാരൂപം എന്നുള്ളതിൻ്റെ ഒരു ഡെപ്തിൽ അറിയണം എന്നൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കൊടുങ്ങല്ലൂരിലൊരു സാഹചര്യം വെച്ചിട്ടും പിന്നെ അക്കാഡമിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാരണം അത് പറ്റിയിട്ടില്ല. അപ്പോൾ ഇറ്റ് വാസ് ഓൾവേസ് ദെയർ ആസ് എ ഡ്രീം. അങ്ങനെ പക്ഷേ
എപ്പോഴും ഡാൻസ് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ അമൃതയിൽ പഠിപ്പിക്കുന്ന കാലത്താണെങ്കിലും കോളേജിൽ ട്രിവാൻഡ്രത്ത് ബിടെക് ചെയ്യണം. ഒരു അഞ്ചാം ക്ലാസ് ആ സമയങ്ങളിലാണ് പഠിച്ചത്? അല്ല, ഞാനൊരു 3 വയസ്സ് തൊട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനെ സീരിയസ് ആയിട്ട്, സോ ഇറ്റ് വാസ് ഓൾവേസ് മൈ പാഷൻ. എന്നെ എന്നും എല്ലാവരും ഡിഫൈൻ ചെയ്തിരുന്നതും ഗായത്രി നന്നായി ഡാൻസ് കളിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ എപ്പോഴും ഒരു ഡെഫിനിഷനും. പക്ഷേ ആരെന്ത് പറയുമ്പോഴും ഇന്നും എന്നും എനിക്കറിയാം ഒരുപാട് അധികം മുന്നോട്ട് പോകാനുണ്ട്. ആൻഡ് അതായിരുന്നു പിന്നെ എൻ്റെ ഒരു മോട്ടിവേഷൻ ടു റിസൈൻ മൈ ജോബ് ആൻഡ് എൻ്റർ ഇൻ ടു. ഏതിനങ്ങളിലായിരുന്നു നമ്മൾ പങ്കെടുത്തിരുന്നത് മത്സരങ്ങൾക്കൊക്കെ? ഡാൻസ്, ഭരതനാട്യം, മോഹിനിയാട്ടം. ഭരതനാട്യമായിരുന്നു അന്ന് കൂടുതൽ പഠിച്ചിരുന്നത്. പക്ഷേ മോഹിനിയാട്ടത്തിനോടാണ് കൂടുതലൊരു അടുപ്പം, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് എനിക്ക് കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത് ഞാൻ മോഹിനിയാട്ടം. മത്സരരംഗത്തൊക്കെ പോയിട്ട് നമുക്ക് അതിന് സമ്മാനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതായത് സ്കൂൾ കലോത്സവം അൺഎയ്ഡഡ് ആയതുകൊണ്ട് കലോത്സവങ്ങളില്ലാത്തതുകൊണ്ട് ആ രീതിയിലേക്ക് പോകാൻ പറ്റിയില്ല. ഒരു കണക്കിന് നന്നായി. അല്ല, പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഡാൻസിൽ ഒന്നും കൂടിയും ഉയർച്ച കിട്ടിയേനെ. എനിക്ക് എന്തോ മത്സരങ്ങളോട് ഞാൻ മാനസികമായി യോജിക്കുന്നില്ല. കാരണം അത് ശരിക്കും ഒരു ഡാൻസിൻ്റെ എസെൻസിനെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ അളക്കാനുള്ള ഒരു അളവുകോലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഇൻഫാക്ട് നമ്മൾ ഡാൻസറാന്നുള്ളത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതിന് പകരം നമ്മൾ ഡാൻസിനെ എൻജോയ് ചെയ്യുക, ഡാൻസിനെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു അനുഭവമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. റാദർ ദാൻ അതൊരു നമുക്ക് ഒരു മത്സരിക്കാനോ ജയിക്കാനോ എന്താ വെച്ചാൽ അത് ആർക്കും അങ്ങനെ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതിന് ഒരു കുട്ടീനെയും ഒരു മാർക്കിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലോ നമുക്ക് അളക്കാൻ പറ്റില്ല. പിന്നെ ഒരു വർണ്ണം കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് 10 മിനിറ്റിൻ്റെ വർണ്ണം. 9.9 minutes 54 seconds ആയിട്ടുള്ള വർണ്ണം. വേറെ ഒരു സ്ഥലത്തും വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റിൻ്റെ അല്ല. ഇറ്റ് ഈസ് എ ബിഗ് ഐറ്റം. അതിന് അതിൻ്റേതായ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നിർമ്മല ടീച്ചറുടെ അടുത്താണ് മോഹിനിയാട്ടം പഠിക്കുന്നത്. ടീച്ചർ പറയും, എന്താ പറയുക, 5 elements എന്ന് പറയുന്നത് പോലെയാണ്. ആദ്യത്തെ അലാരിപ്പ് തൊട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഐറ്റം തൊട്ട് നമ്മൾ വർണ്ണത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴേക്കും അതിലേക്ക് എത്താനുള്ളൊരു മെച്യൂരിറ്റി, ആ ഒരു ഐറ്റം ചെയ്യാനുള്ളൊരു മെച്യൂരിറ്റി ഒരു ആർട്ടിസ്റ്റിന് വരണം. അപ്പോൾ ഒരു കൊച്ചുകുട്ടി ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വർണ്ണം ചെയ്യുമ്പോൾ 10 മിനിറ്റ് വർണ്ണം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്തും ഉൾക്കൊള്ളാതെയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജനറലി ഒരു 20 മിനിറ്റ് തൊട്ട് ഒരു 10-40 മിനിറ്റ് വരെയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അത് അത്രയും ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റാതെ എനിക്കറിയില്ല. എനിക്ക് അത് ഞാൻ പഠിപ്പിക്കുവാണെങ്കിലും ഞാൻ എൻ്റെ മോളെ ആണെങ്കിലും ഞാൻ പേഴ്സണലി ഐ ഡോണ്ട് ബിലീവ് അത്തരം ആർട്ട് ഫോംസ് ഒരു കോമ്പറ്റീഷൻ ആക്കി. ഞാൻ ഓഫ്ലൈനായിട്ട് എടുക്കുന്നില്ല. കാരണം ഒന്നാമത് ഞാനിവിടെ എത്ര നാൾ ഇല്ല ഓൺലൈൻ. അതും എൻ്റെ എന്താ പറയുക ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർ കുറച്ച് സീരിയസ് ആയിട്ട് ഡാൻസ് കോമ്പറ്റീഷൻ അല്ലാതെ ഡാൻസ് പഠിക്കണം എന്ന ആഗ്രഹമുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഓഫ് കോഴ്സ് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഓഫ്ലൈൻ പോയി പഠിക്കാൻ പറ്റാത്ത കുറച്ച് പേരാണ്. എന്നുവെച്ചാൽ അവർക്ക് വർക്ക് കാരണവും കുട്ടികളെ നോക്കണം എന്നൊക്കെ ഉള്ള കാരണം കൊണ്ട് അവരുടെ പല ലൊക്കേഷൻ അവർ പറ്റുമ്പോഴൊക്കെ അവർ വരും. നാട്ടിലുള്ളപ്പോഴൊക്കെ അവർ വരാറുണ്ട്, കാണാൻ വരാറുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവരല്ല, പുറമെയുള്ളവരാണല്ലേ, കേരളത്തിലുള്ളവരല്ല, അതുപോലെ ഇന്ത്യയിലുള്ളവരല്ല, ചിലവരും അല്ല. പിന്നെ ഞാൻ ഡ്രാമ ആ ലെവലിലേക്കൊന്ന് പോകാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഏകാംഗ നാടകത്തിലേക്ക് വരാനുള്ളൊരു കാരണം എന്താ? അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് ആക്ച്വലി അച്ഛൻ ഇതേപോലെ ഒരു എക്സ്പെരിമെന്റൽ തിയേറ്ററായിട്ട് കലാനിലയത്തിൻ്റെ തന്നെ ഒരു ഹിഡുംബി എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാമ കലാനിലയം അനന്തപത്മനാഭൻ. അപ്പോൾ അച്ഛൻ വേറൊരു നാടകം വേറെ കലാനിലയം ത്തിൻ്റെ അതേ ഒരു വണ്ടർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്നാൽ കുറച്ചും കൂടെ ഓഡിറ്റോറിയംസിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. മറ്റേത് ഇല്ലെങ്കിൽ ശരിക്കും കലാനിലയത്തിൻ്റെ സ്ഥിരം നാടകവേദി നമുക്ക് ഓഡിറ്റോറിയത്തിൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സ്റ്റേജ് തന്നെ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് സ്റ്റേജ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ നാടകം എന്നുള്ള രീതിയിൽ എന്നാൽ ചെറുതാണെങ്കിലും മേഖലയിലായിരുന്നു ഡ്രാമ. അല്ല, അച്ഛൻ ബിസിനസ് ആയിരുന്നു. പിന്നെ അച്ഛൻ 2003 ജഗദീഷ് ശ്രീകുമാർ അച്ഛന് ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ടാണ് അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് കലാനിലയം റിവൈവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ വീണ്ടും കലാനിലയം തുടങ്ങുന്നതും നാടകത്തിലേക്ക് വരുന്നത്. അച്ഛൻ ഇത് നാടകത്തിലായിരുന്നു, ഇത് ഏകാംഗ നാടകം പോലെ തന്നെയായിരുന്നു അതോ അല്ല? സാധാരണ അല്ല, അച്ഛൻ ഇവര് രണ്ടുപേരും ചേർന്ന് രക്തരക്ഷസാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. പഴയ നാടകം എന്ന് വെച്ചാൽ ആ നാടകം എഴുതിയിരുന്നത് ജഗദീഷ് ശ്രീകുമാറിന്റെ അച്ഛനാണ്. നാടകം സംവിധാനം ചെയ്തിരുന്നത് കലാനിലയം കൃഷ്ണൻ നായരായിരുന്നു. അപ്പോൾ ആ വലിയ നാടകമാണ് അവർ വീണ്ടും അങ്ങനെ ജഗതി അങ്കിൾ ഉണ്ടായിരുന്ന ടൈമിൽ അവർ 4 നാടകങ്ങൾ കലാനിലയത്തിന്റെ തിരിച്ചു കൊണ്ടുവന്നു.
രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാര്, നാരദൻ കേരളത്തിൽ, കായംകുളം കൊച്ചുണ്ണി, ഈ 4 നാടകങ്ങൾ കൊണ്ടുവരും. പക്ഷെ കറന്റ്ലി ജഗതി അങ്കിളുടെ ആക്സിഡന്റിന് ശേഷം അത് വീണ്ടും ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ വീണ്ടും റീലോഞ്ച് ചെയ്തിരിക്കുന്നത് രക്തരക്ഷസ് മാത്രമാണ്. ബിക്കോസ് ഇറ്റ്സ് സോ ഹ്യൂജ്. അത് ഒരെണ്ണം തന്നെ റീലോഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ എന്താ ഇത്രയും അധികം ഇൻവെസ്റ്റ്മെൻറ്റും, അതും നമുക്ക് കലാനിലയം അത് സോഹൻ റോയുടെയും കൂടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്, ഏരീസ് ഗ്രൂപ്പിൻ്റെയും കൂടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീണ്ടും അത് റീലോഞ്ച് ചെയ്തത്. ബിക്കോസ് ഇറ്റ്സ് സോ മച്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. പിന്നെ ഇത്രയും ആർട്ടിസ്റ്റുകൾക്കുള്ള ശമ്പളം. അപ്പോൾ നമ്മൾ വരാനുള്ള കാരണം അതിലേക്ക്. അപ്പോൾ അച്ഛൻ ആ ചെറിയ നാടകം തുടങ്ങിയ സമയത്ത് ഹിഡംബി എന്നുള്ളൊരു നാടകമാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം അതായിരുന്നു ആ ചെറിയ ഒരു എക്സ്പെരിമെന്റൽ ഡ്രാമ. അപ്പോൾ അത് ആക്ട് ചെയ്തിരുന്നത് ലക്ഷ്മി പ്രിയ എന്നുള്ളൊരു ആക്ട്രസ് ആയിരുന്നു, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന. അപ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് 2 സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഷീ ഗോട്ട് പ്രഗ്നന്റ്. അപ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൃശ്ശൂരായിരുന്നു അത്, പിന്നെ ലുലുവിൽ വെച്ചിട്ടായിരുന്നു അത് അനൗൺസ് ചെയ്തത് നെക്സ്റ്റ് ഷോ. അപ്പോൾ പെട്ടെന്ന് അത് വേറൊരാളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ പാരലി വേറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നൊരു സ്റ്റേജ് കയറിയിട്ടുണ്ടായിരുന്നു. ഇല്ല, അവർ 2 സ്റ്റേജ് പെർഫോം ചെയ്തു. അവർ കൊല്ലത്തും ഇരിഞ്ഞാലക്കുട 2 സ്റ്റേജ് പെർഫോം ചെയ്തു. പിന്നെ തൃശ്ശൂർ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലായിരുന്നു, ബിക്കോസ് അവർ ക്യാരിയിങ് ആയിരുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അച്ഛൻ കോൺഫിഡൻ്റ് അല്ലായിരുന്നു. അച്ഛൻ പറഞ്ഞു, അയ്യോ ഇത് അങ്ങനെ എന്താ പറയുക, സ്കൂൾ നാടകങ്ങളോ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ, ഇത് ആളുകൾ ഇത്രയും രൂപ ടിക്കറ്റ് എടുത്ത് കാണാൻ വരുന്ന നാടകമാണ്. അപ്പം അതും ഇത്രയും വലിയൊരു സ്റ്റേജ്, ഇത്രയും എന്താ പറയുക സെറ്റിങ്സും ഓഡിയൻസും 10,000 പേര് കാണാൻ വരുമ്പോൾ ലുലുവിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അത്രയും കൊടുക്കണമല്ലോ. പിന്നെ കലാനിലയം എന്നുള്ളൊരു ബ്രാൻഡ് നെയിം. അപ്പോൾ ആളുകൾ ആ എക്സ്പെക്റ്റേഷനിലാണ്, എല്ലാവർക്കും എന്തെങ്കിലും ഒരു ബാഹുബലി പോലെ എന്തെങ്കിലും കാണാനുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവർ കലാനിലയത്തിൻ്റെ നാടകം കാണാൻ വരുന്നത്. അപ്പോൾ എനിക്കൊരു 2 ആഴ്ചത്തെ സമയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സംവേർ അച്ഛൻ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു വാശി ചെയ്യുന്നു വിചാരിക്കാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്താ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത, എന്നെ കൊണ്ട് ചെയ്യാൻ ഒരു വാശിയായി. അപ്പം അച്ഛനോടുള്ളൊരു വാശിയുടെ പുറത്തായിരുന്നു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഞാൻ ആ ഡയലോഗ് എല്ലാം ആ ഒരു 10-200 പേജ് ഓൺ സ്റ്റേജ് പറയണം. അല്ല അപ്പോൾ ഒരു 10-200 പേജ്, ഒരു 10-200 പേജുള്ള ഡയലോഗ്സ് ആണ്. അപ്പം അത് മുഴുവനും എങ്ങനെയോ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് 2-3 ദിവസം കൊണ്ട് വിദ്യകൾക്ക് എന്തും ചെയ്യാൻ പറ്റുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു ധൈര്യം. മറ്റേ ഡ്രാമയ്ക്ക് പോകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ട്. ഇതെന്താ വെച്ചാൽ എല്ലാവരും നമ്മളെ തന്നെയാണ് വ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അവിടെ ഒരു ഡയലോഗ് പോയാൽ ബാക്ക്ഗ്രൗണ്ട് തെറ്റി, സെറ്റ് തെറ്റി, എല്ലാം തെറ്റി. എന്തോ അതാ ചിലപ്പോൾ ഒരു ദൈവാനുഗ്രഹം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അയ്യോ, അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഫസ്റ്റ് എന്നല്ല, അത് ഏത് സ്റ്റേജ് എക്സ്പീരിയൻസ് ആണെങ്കിലും ആ ഒരു മൊമെൻറ്റ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വി ഗെറ്റ് ഇൻ ടു ദ ക്യാരക്ടർ. എന്നിട്ട് കലാനിലയത്തിൻ്റെ നാടകങ്ങൾ ചെയ്യുമ്പോൾ തുടക്കം അതിൻ്റെ ഒരു അവതരണ ഗാനമുണ്ട്, സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ എന്ന് പറഞ്ഞിട്ട്. എത്ര 2 മണിക്കൂർ അല്ലേ നമ്മുടെ? അപ്പോൾ 2 മണിക്കൂറിൽ ബ്രേക്ക് ഒന്നും വരുന്നില്ല, കണ്ടിന്യൂസ് വരുന്നതാണ്. അപ്പോൾ അതുവരെ ഞാൻ ഗായത്രിയാണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഡയലോഗ് ഓർക്കാൻ ശ്രമിക്കും. അപ്പോൾ മിക്കവാറും ബ്ലാങ്ക് ആയിരിക്കും. ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് അടുത്തത് ഏത് ഡയലോഗാണെന്ന് ഓർമ്മ കിട്ടില്ല. പക്ഷെ ആ സ്റ്റേജിൽ പോയി ബാക്കിൽ നിന്ന് ആ സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ എന്നുള്ള ആ ഒരു അവതരണ ഗാനവും കൂടെ കഴിഞ്ഞ് എൻറ്റർ ചെയ്ത് ഓഡിയൻസിനെയും കൂടെ കാണുന്നൊരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഓഡിയൻസിനെ ക്ലിയർ ആയിട്ട് കാണില്ല, ബട്ട് ഐ ക്യാൻ മേക്ക് ഔട്ട് ഓഡിറ്റോറിയം ഫുള്ളാണ് എന്നുള്ളത് എനിക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പോയിന്റിൽ പിന്നെ ഡയലോഗ്സ് ഓർക്കേണ്ടി വരാറില്ല, പിന്നെ അതങ്ങനെ വരും. പക്ഷെ ആ ഒരു പോയിന്റ് ഒരു ഭയങ്കര ഒരു അതൊരു ഭയങ്കര ഒരു കിക്കുള്ളൊരു പോയിന്റാണ്. എന്താ പറയുക, സൽക്കലാദേവിയും അവിടെ കുന്തിരിക്കം പോയിക്കും, അതും കലാനിലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സൽക്കലാദേവിതൻ പാട്ട് വരുമ്പോൾ സോ നമുക്ക് ഭയങ്കര ഒരു വേറൊരു ഭയങ്കര ഒരു ട്രാൻസിലേക്ക് പോകും. ഭയങ്കര ഒരു ആ സ്റ്റേജിൻ്റെ ഒരു എന്തോ ഒരു നന്മയോ എന്തോ ഒന്നും ഉണ്ട് ആ സ്റ്റേജിൽ. ആ സ്റ്റേജിൽ എന്തെല്ലാം പാളിച്ചകൾ വരാം എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിലും എന്തോ ഒരു മായ കൊണ്ട് ഓഡിയൻസിലേക്ക് ഒരു പാളിച്ചയും എത്തില്ല. അപ്പോൾ നമ്മളെ അതായത് മുന്നേ ആരായിരുന്നു എന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നത് ലക്ഷ്മിപ്രിയ. അത് നമ്മൾ ചെയ്തത് ആരെങ്കിലും കമ്പയർ ചെയ്തിട്ട് ഒരുപാട് കമ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്. അത് ലക്ഷ്മി ചേച്ചി ചെയ്യുമ്പോൾ ലക്ഷ്മി ചേച്ചി കുറച്ച് ലൗഡായിട്ടാണ് ആക്ട് ചെയ്യുക. അതിഷ്ടപ്പെടുന്നവർ ചിലവർ ഉണ്ടാവും. എന്താ വെച്ചാൽ അവർ രാക്ഷസി എന്നുള്ളൊരു കഥാപാത്രം ചിലവർക്ക് അത്രയും ലൗഡ്, അത്രയും ലക്ഷ്മി ചേച്ചിയുടെ സൈസും കുറച്ചും കൂടെ ആണ്. അപ്പോൾ സം പീപ്പിൾ മൈറ്റ് ലൈക്ക് ദാറ്റ്. പക്ഷെ എൻ്റെ അടുത്ത് വന്ന ഓരോരുത്തർ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് കിട്ടിക്കുന്ന ഒരു ഒപ്പീനിയൻ ഐ റെസ്പെക്ട് ഹർ. ഓക്കെ, എനിക്ക് കിട്ടാറുള്ളൊരു ഒപ്പീനിയൻ എൻ്റെ കുറച്ചും കൂടെയും സട്ടിലാണെന്നാണ്. അപ്പോൾ
രണ്ടും കണ്ടിട്ടുള്ളവർ പറയുന്നത്. അല്ലാതെ ആദ്യം എൻ്റെ മാത്രം കാണുന്ന ഒരു വ്യക്തിക്ക് വേറെ കമ്പയർ ചെയ്യാനില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നുവെച്ചാൽ എൻ്റെ ഒരു ബേസിക് നമ്മളുടെ ഇതിൽ എങ്ങനെയായിരുന്നു അതായിരുന്നു അതായത് ലക്ഷ്മി എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു കലാരൂപത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ അതിനേക്കാളും നന്നായോ എന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും രണ്ട് രീതിയാണല്ലോ. അതില് ഒരു വ്യക്തിയുടെ എനിക്ക് കല എന്നുള്ളതിനെ എനിക്ക് ഗ്രേഡ് ചെയ്യാൻ റാങ്ക് ചെയ്യാൻ ഐ ഫീൽ അത് ആർക്കും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ വ്യക്തികൾക്ക് അത് ഓരോ അഭിപ്രായമായിരിക്കും.